UA എക്സ്ചേഞ്ച് പ്രവാസി ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസികൾ ജോലി ചെയ്യുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെയും നിയമപരിരക്ഷ നൽകുന്നുണ്ട്. എന്നാൽ നിയമപരമായ അറിവില്ലായ്മയും സാമ്പത്തിക ശേഷിയില്ലായ്മയും ഭാഷ അറിയാത്തതും പ്രവാസികൾക്ക് അടിമത്തപരമായ മനുഷ്യാവകാശ ലംഘനത്തിന് വിധേയമാകുന്നു. ആയതിനാൽ ഇന്ത്യൻ എംബസിയിൽ നിന്ന് ഇതിനായി ഒരു സെൽ തുറന്നു പ്രവർത്തിച്ചുകൊണ്ട് എംബസി മുന്നിട്ടിറങ്ങി പ്രവാസികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി പ്രവർത്തിക്കണമെന്ന അപേക്ഷയോടെ ഈ ആഴ്ചയിലെ UA എക്സ്ചേഞ്ച് പ്രവാസലോകം നമുക്കിവിടെ ആരംഭിക്കാം. വിദേശത്ത് മരണമടയുന്ന പ്രവാസികളുടെ ആശ്രിതർക്ക് സർക്കാർ ജോലി നൽകണമെന്ന് സൗദിയിലെ സവാ വനിതാ വേദി ആവശ്യപ്പെട്ടു. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ തങ്ങളുടെ കുടുംബത്തിന്റെ ഏക ആശ്രയമാണെന്നിരിക്കെ മരണമടയുന്നതോടെ കുടുംബത്തിന്റെ വരുമാന മാർഗവും അടയുന്നു. ഇതുമൂലം കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള ദൈനംദിന ചിലവുകൾക്ക് പോലും പണം കണ്ടെത്താനാവാതെ ദുരിതക്കയത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണ്. ഈ കുടുംബത്തിലെ ഒരംഗത്തിനെങ്കിലും ജോലി ലഭിക്കുന്നതോടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകുമെന്ന് സഭ ചൂണ്ടിക്കാട്ടി. പ്രവാസ ലോകം മറ്റൊരു ഉദ്യമത്തിന് കൂടി സാക്ഷിയാകുകയാണ്. 18 വർഷം മുൻപ് വീട്ടുജോലിക്കായി കുവൈത്തിലേക്ക് പോയ സദീജയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. 14 വർഷങ്ങളായി പ്രവാസ ലോകം പ്രവർത്തകരും സുഹൃത്തുക്കളും സ്നേഹവായ്പോടെ ഈ കുടുംബത്തെ ഏറ്റെടുക്കുകയായിരുന്നു. സഹൃദയരുടെ സഹായത്താൽ ജീവിതത്തിലെ പ്രധാനമായ ഒരു മുഹൂർത്തത്തിലൂടെ കടന്നുപോവുകയാണ് ഇന്ന് ഉണ്ണിമായ. സദീജയുടെ മകൾ കണ്ണൂർ സ്വദേശി മെൽജയോടൊപ്പം കുടുംബജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഉണ്ണിമായയുടെ വിവാഹത്തിനു വേണ്ട ധനസഹായം നൽകിക്കൊണ്ട് പ്രവാസ ലോകത്തിലെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വീണ്ടും മാതൃകയായി. ഈ കാലയളവിലെല്ലാം ഈ കുടുംബത്തെ സഹായിച്ചിരുന്ന ശശിയേട്ടൻ ഞങ്ങൾക്കിന്ന് ഇപ്പോൾ ഞങ്ങളെ തേടിയെത്തിയ ഗൾഫാർ മുഹമ്മദ് അലി, വിനോദ് മാർച്ച് സൂപ്പർ മാർക്കറ്റ് മസ്കറ്റ്, സമീർ സിദ്ദിഖ് സംസ്കൃതി ദോഹ, ഗോപി ചേലക്കര ദുബായ്, രാജൻ റാവുത്തർ ദുബായ്, PM ജാബിർ, നസീർ ഖത്തർ, അനസുദ്ദീൻ അസീഫ് തുടങ്ങി എല്ലാ പേർക്കും പ്രവാസ ലോകം നന്ദി പറയുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പ്രവാസലോകം സംരക്ഷണം ചെയ്ത വീട്ടുജോലിക്കായി സൗദിയിലേക്ക് പോയ മോളി സെബാസ്റ്റ്യനെ തേടിക്കൊണ്ടുള്ള അന്വേഷണം പ്രേക്ഷകർ ഓർക്കുന്നുണ്ടല്ലോ. അടിയാണ്, അമ്മയുടെ മേത്ത് മൊത്തം പാടാണെന്ന് പറയുന്നു. മരുന്നില്ല, ഭക്ഷണം അവർക്ക് തോന്നുമ്പോൾ കൊടുക്കുക. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ കൊളസ്ട്രോളും ഷുഗറൊക്കെ ഉള്ള ആളായിരുന്നു. ഇപ്പോൾ ഒരു കൈ പൊന്തുന്നില്ല എന്ന് പറയുന്നു. അപ്പം എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം എന്ന് പറയും. മോളിയെ നാട്ടിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. തനിക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളുടെ കഥ മോളി ഞങ്ങളുടെ സംവിധായകനുമായി പങ്കുവച്ചു. കഴിഞ്ഞ ഒക്ടോബറിൽ ഇടുക്കിയിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് വീട്ടുജോലിക്കായി പോയ അവർക്ക് തന്നെ വളരെ അടുത്ത പരിചയമുള്ള അഭിലാഷ് എന്ന് പറയുന്ന ഒരു അയൽവക്കക്കാരൻ ബന്ധപ്പെടുത്തി കൊടുത്ത ഹമീദ് എന്ന് പറയുന്ന മുംബൈയിലുള്ള ഒരു ഏജന്റ് വഴി സൗദിയിലേക്ക് പോയി ദുരിതം അനുഭവിച്ച് തിരിച്ചെത്തിയ പ്രവാസ ലോകത്തിന്റെ ഉണ്ണിമുണ്ട് പറമ്പും എംബസി ഉദ്യോഗസ്ഥരുടെയും മറ്റു കുറെ പ്രവർത്തകരുടെയും സഹകരണത്തോടു കൂടിയിട്ട് നാട്ടിലേക്ക് തിരിച്ചെത്തിയ മോളിയുടെ അനുഭവമാണ് നമ്മളോട് പങ്കുവെക്കുന്നത്. ചേച്ചി, തിരിച്ചു വരാൻ പറ്റി, എന്തായാലും സന്തോഷം. മോണിഷക്കും സന്തോഷമായി, കുടുംബത്തിനൊക്കെ സന്തോഷമായി. ഓക്കെ, എന്തിനു വേണ്ടി നിങ്ങൾ പോയത് ഈ ഒരു വർഷം മുമ്പ്? ഒരു വർഷം നമ്മൾ പോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറേ എനിക്ക് ഒരു സെന്റ് സ്ഥലമില്ല, വീടില്ല. എനിക്കൊരു 3 സെന്റ് സ്ഥലം മേടിച്ച് വീട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് ഇവര് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ പോയത്. ആദ്യമായിട്ട് പോയി. അവിടെ ചെന്ന് ഇറങ്ങി. അവിടുന്ന് പിന്നെ ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ല. എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ല. ഞാൻ ആകെ കൊടുക്കത്തിലായിരുന്നുള്ളൂ. ഞാൻ അന്നേരം അവിടുന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുക. വീടുകളായിട്ട് കൈമാറ്റം ചെയ്യുമായിരുന്നു. വീടുകൾ ഇങ്ങനെ കൈമാറ്റം ചെയ്ത് അവരുടെ സ്വന്തക്കാർ തന്നെയാണ് എല്ലാരും. അവിടുന്ന് തൈമ തന്നെ ഇപ്പൊ ഞാൻ അവസാനം തിരിച്ചു വരും മുമ്പ് അവിടുത്തെ അനുഭവം എന്താ? അവിടെയാണ് ഏറ്റവും കൂടുതൽ ക്രൂരമായ പ്രശ്നങ്ങൾ. ബാത്റൂം കഴുകണം. പിന്നെ ഈ റൂമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അട്ടിയായിട്ട് റൂമുകളാ മൊത്തം ക്ലീൻ ചെയ്ത് അവിടെ തലവണ്ണ പോലെയുള്ള സാധനങ്ങൾ സെറ്റിയെ കൂട്ടി വെച്ചേക്കുക ചാരി ഇരിക്കാനായിട്ട്. അത് മുഴുവൻ നമുക്ക് എടുത്ത് പൊക്കാവുന്ന സൈസല്ല, വലിയ സാധനങ്ങളാണ്. ഇത് മുഴുവൻ നമ്മൾ എടുത്ത് ഇങ്ങനെ ചുറ്റും വലിയ റൂമാണ്, ഇതുപോലെ ചെറുതൊന്നുമല്ല. അതിന് ചുറ്റും ഇങ്ങനെ അടുക്കി കെട്ടി വെക്കണം. എന്നിട്ട് നമ്മളത് മുഴുവൻ മെക്കൻസ് ചെയ്ത് ഇവിടെ മുഴുവൻ ഈ തണുപ്പ് കയറാതിരിക്കാനുള്ള സാധനങ്ങളായിട്ടൊക്കെ കമ്പിളി പോലെ അതെല്ലാം നമ്മൾ മെക്കൻസ ഒരു സാധനമുണ്ട്, അത് വെച്ച് നമ്മൾ കരണ്ടയിൽ ഇതാക്കിയിട്ട് മുഴുവൻ പിടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ദ്രവങ്ങളും മുഴുവൻ അവിടെ കൊണ്ടുപോകണം. അവർ വരുമ്പോഴത്തേക്കല്ല അടുക്കളയിലെ പണി കംപ്ലീറ്റ് ഈ
ചെറിയ ചെറിയ കള്ളിയായിട്ടുള്ള സാധനങ്ങളെല്ലാം തുറന്ന് എന്നും ക്ലീൻ ചെയ്യിക്കണം. കൈ എന്താ പറ്റിയിരിക്കുന്നത്? കൈ എന്തോ ഡിസ്ലൊക്കേറ്റഡ് ആയ മാതിരി സാറേ കൈക്കിട്ട് അടിച്ചതാ. കൈക്കിട്ട് അടിച്ചിട്ട് ഇവിടെ എല്ലാം കൈയിടെല്ലാം അടിച്ച് പൊട്ടിച്ചേക്കുവാ. ഈ മാറിനൊക്കെ നീരിറങ്ങിയിട്ട് ഈ ഹോസ്പിറ്റലിൽ പോയി നോക്കണം എന്നാന്നുള്ളത്. അത്രയ്ക്കും കൈ പൊക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? കൈ പൊക്കാനും ബുദ്ധിമുട്ട്, ഇങ്ങനെ കിടക്കാനായിട്ട്. എന്റെ സാറേ ഞാൻ ഈ കൈ കൊണ്ടൊക്കെ അവിടെ പണിയെടുത്തത് എങ്ങനെയാന്ന് പോലും എനിക്ക് അറിയത്തില്ല സാറേ. അതുപോലെ കുറിച്ചെന്നാള് എനിക്കറിയില്ല സാറേ. ഞാൻ അടിച്ച് കരഞ്ഞ് സാറേ. പിന്നെ മാമ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എനിക്ക് അത്ര വേദന ഇവിടെ പറയുന്നല്ലോ. ഏതാ നീ എന്തിനു വന്നു ഇസ്പാല എന്ന് പറഞ്ഞിട്ട് ഇവര് നമ്മളെ അങ്ങ് ഇതാക്കുകയാണ്. ഫസ്റ്റ് ശാന്തമാള സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. നമ്മുടെ പരിധി അതാണ്. അവിടെ പരാതി കൊടുത്തു. എൻ്റെ ഇളയ കൊച്ചാണ് നിഷ എന്ന് പറഞ്ഞ കൊച്ചാണ് കൊണ്ട് പരാതി കൊടുത്ത് അവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അഭിലാഷ് പോലീസ് സ്റ്റേഷനിലെ ആളാണ്. പോലീസ് സ്റ്റേഷനിൽ അഭിലാഷിനാണ് വില. നമ്മൾ കൊണ്ട് കേസ് കൊടുക്കാൻ നമുക്കല്ല വില. നിങ്ങളിതൊക്കെ അറിഞ്ഞോണ്ടല്ലേ പോകുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. ആദ്യം കേസ് കൊടുക്കാൻ പോയപ്പോൾ എസ് ഐ നല്ല പെരുമാറ്റമായിരുന്നു. ആരാ അവിടുന്ന് വിളിച്ചതെന്ന് എനിക്കറിയില്ല. വിളിച്ച സാറ് പറഞ്ഞത് പിന്നെ നിങ്ങളിത് ഒക്കെ അറിഞ്ഞോണ്ടല്ലേ, നിങ്ങളുടെ അമ്മ എല്ലാം അറിഞ്ഞോണ്ടാ കയറി പോയെന്നാ പറയുന്നത്. അഭിലാഷ് പറയുന്നത് അല്ല. ഞാൻ ചോദിച്ചു എങ്ങനെ സാർ അങ്ങനെ പറയുന്നത്? ഞാനല്ലേ പരാതി കൊണ്ടുതന്നത്. പരാതി കൊണ്ടുതന്ന എൻ്റെ അമ്മ എനിക്കറിയാം. ഞാൻ മെഡിക്കലിൽ പോയി കഴിഞ്ഞപ്പം ഈ അഭിലാഷ് പറഞ്ഞ കഥകളൊക്കെ എനിക്കറിയാം. അതെല്ലാം ഉൾപ്പെടുത്തിയാണ് ഞാൻ പരാതി കൊടുത്തത്. അപ്പൊ സാറിന് ആ പരാതിയിലുണ്ടല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. എൻ്റെ അമ്മ ഇതൊന്നും അറിയാതെ കയറി പോയതെന്ന് ഞാൻ പറഞ്ഞല്ലേ ഉറപ്പോറും. അത് പിന്നെ നിങ്ങൾ പറയുന്നതാണൊക്കെയല്ല, നിങ്ങളുടെ അമ്മ എല്ലാം അറിഞ്ഞിട്ടാ പോയതെന്ന് ഇവിടെ തെളിവുണ്ട്. അഭിലാഷ് എല്ലാ കാര്യങ്ങളും ഇതിനു മുമ്പ് വിളിപ്പിച്ചപ്പോഴും അഭിലാഷ് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആദ്യം 10,000 രൂപ മെഡിക്കലിന് മറ്റും ചെലവ്, ബാക്കിയുള്ള 32,000 രൂപ നിങ്ങൾ എന്തിനു കൊടുത്തതാണ്? എന്താവശ്യത്തിന് കൊടുത്തത്? അമ്മനെ തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞ് അഭിലാഷ് പറഞ്ഞിട്ട് കൊണ്ടു കൊടുത്തതാണ്. കേരളം മുഴുവൻ ഇടനിലക്കാരുടെ വിളയാട്ടമാണ്. കാരണം ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഇ മൈഗ്രേറ്റ് സിസ്റ്റത്തെ മറികടക്കുന്നതിനായിട്ട്, ഇ മൈഗ്രേറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഓൺലൈൻ റിക്രൂട്ട്മെന്റ് സിസ്റ്റത്തെ മറികടക്കുന്നതിനായിട്ട് ഒരു രേഖകളുമില്ലാത്ത, ഒരു ലൈസൻസും ഇല്ലാത്ത ഏജന്റുമാർ കേരളത്തിലെ തെരുവുകൾ മുഴുവൻ നടക്കുകയാണ്. ഇത്തരം പാവപ്പെട്ട സ്ത്രീകളെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തുകൊണ്ട് ഈ കുടുംബങ്ങളെ മുഴുവൻ അപകടത്തിലാക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും പ്രവാസ ലോകത്തെ ബന്ധപ്പെടുക. ഇത്തരം ചതിയന്മാരുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ഗൾഫിലേക്ക്, പ്രത്യേകിച്ചും സൗദി അറേബ്യയിലേക്കും കുവൈറ്റിലേക്കും ഒമാനിലേക്കും യാത്ര ചെയ്തെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി മനുഷ്യക്കടത്തിന്റെ മറ്റൊരു ഇരയാണ് പുനലൂർ സ്വദേശിനി ചന്ദ്രലേഖ. വീട്ടുജോലിക്കാരായി പോകുന്ന സ്ത്രീകൾക്ക് 30 വയസ്സ് തികഞ്ഞിരിക്കണം എന്ന നിർബന്ധ വ്യവസ്ഥയിരിക്കെ 2015 ജൂലൈ മാസത്തിൽ വീട്ടുജോലിക്കായി കുവൈറ്റിലെത്തുന്നത്. സ്പോൺസറുടെ കഠിനമായ പീഡനങ്ങൾ സഹിക്കവയ്യാതെ കുവൈറ്റ് എംബസിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ചന്ദ്രലേഖയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ അമ്മയിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. ചന്ദ്രലേഖ കല്യാണം കഴിച്ചിട്ടുണ്ട്? കല്യാണം കഴിഞ്ഞു. ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഭർത്താവ് പിണങ്ങി പോയി. മക്കളോ? 2 കുഞ്ഞുങ്ങളുണ്ട്. എത്ര വയസ്സായി? മൂത്ത മോന് 11 വയസ്സ്, രണ്ടാമത്തേന് 9 വയസ്സ്. 2 മകനാണ്. മക്കളാണ്. അത് നിങ്ങളെ കൂടെയാണോ? ഞങ്ങളുടെ കൂടെ. എന്താ ഭർത്താവ് തെറ്റിപ്പോയേ? തമിഴ്നാട്ടിലെ സാറെ കെട്ടിച്ചു കൊടുത്തേ. അദ്ദേഹം തമിഴ്നാട്ടിലെ മോളെ കെട്ടിച്ചു കൊടുത്തേ. അദ്ദേഹം ശരിയാകത്തില്ല, ഇച്ചിരി വെള്ളം അടിക്കുന്നൊക്കെ ആളെ. അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ച്, അവർക്ക് വേണ്ടാന്ന് പറഞ്ഞ് കളഞ്ഞു പോയതാണ്. അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് കളഞ്ഞു. അങ്ങനെയാണ് ഗൾഫിൽ പോകുന്നത് അല്ലേ? കളഞ്ഞിട്ടാണ് ഗൾഫിൽ പോയത്. ഈ 2 വർഷത്തിലിടക്ക് അവിടെ ചെന്നപ്പോൾ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പീഡനങ്ങളും ഒക്കെ ആയി. അങ്ങനെ പോരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് ഇപ്പോ കുവൈറ്റ് എംബസിയുടെ പിന്നെ ഡിപ്പോർട്ടേഷൻ ക്യാമ്പിലുണ്ട് അല്ലേ? അത് ഇനി ഇല്ലാന്ന് പറയില്ല. അവിടുന്ന് അവർ ആർക്കെങ്കിലും കൊടുക്കുമോ? ഇല്ല അവര് പുറത്തു പോകുന്നു പറയുന്നുണ്ട് സാറേ. പക്ഷെ ഒരു പ്രാവശ്യം അവര് വിളിച്ചായിരുന്നു, കുഞ്ഞു വിളിച്ചായിരുന്നു ഞങ്ങളുടെ അടുത്ത്. വിളിച്ചപ്പോൾ പറഞ്ഞ അമ്മ ഇവര് പുറത്തു പോയി ജോലി ചെയ്യുന്ന പറയുന്നു എന്ന് പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ പുറത്തെങ്ങും പോവരുത്, ഒന്നും പോകരുത്. അതൊരു പുതിയ പരിപാടിയാണ് എംബസി. പുറത്തു പോകുന്നു പറഞ്ഞു സാറേ. ഞങ്ങള് MP പ്രേമചന്ദ്രൻ സാറിന്റെ ഓഫീസിൽ പോയി ബന്ധപ്പെട്ടായിരുന്നു. മോള് ആദ്യം ഒന്ന് അവിടെ പോകുമ്പോൾ അവിടെ എംബസി കേട്ടാത്ത പുറത്ത് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ MP കൊണ്ട് വിളിപ്പിച്ച് പ്രേമചന്ദ്രൻ സാർ പുറത്തു വിടരുതെന്ന് പറഞ്ഞ് പറ്റണ അകത്തോട്ടിലാക്കി. അപ്പോഴകത്ത് അവിടെ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. വലിയ ഒന്നുമില്ല, ഫോണൊക്കെ അവർ വാങ്ങിച്ചു. ശമ്പളമൊന്നും കൊടുത്തില്ല? ഇല്ല. 3 കൊല്ലമായിട്ട് 3 മാസം വീട്ടിൽ പൈസ അയച്ചായിരുന്നു സാറേ.
പിന്നെ പൈസയൊന്നും ആ ശമ്പളം ഭാഗത്തുനിന്നാണ് അധികം ആളുകൾ, ഇടുക്കി പുനലൂർ ആ ഭാഗത്തുനിന്നൊക്കെയാണ് അധികം ആളുകൾ പോകുന്നത്. ഇപ്പോൾ ഇത് ഈ വീട്ടുജോലിക്ക് പറഞ്ഞയക്കരുത് ആളുകളെ, കഴിയുന്നത് ഒഴിവാക്കുക എന്നല്ല. നമ്മളെ നാട്ടിൽ തന്നെ ജോലി ചെയ്താൽ ഇഷ്ടംപോലെ കാശ് കിട്ടും, ഇവിടെയൊക്കെ പട്ടണങ്ങളിലൊക്കെ. അപ്പോൾ ഈ ഇപ്പോൾ കണ്ടില്ല, എംബസിയൊക്കെ സഹായിക്കുന്ന സഹായത്തിൻ്റെ പേരാണ് നിങ്ങൾ തന്നെ പറഞ്ഞത്. എങ്ങനെ എംബസിയിലെത്തി, ആര് മുഖാന്തരം എത്തിയത്? അവള് കുഞ്ഞാരൻ്റെ ഒരു നേപ്പാളി ഒരു പയ്യനെ വിളിച്ചെങ്ങാണ്ട് എംബസി വീട്ടിൽ നിന്ന് ആദ്യം ഈ പോൺസർ അറബിയുണ്ട്, പോൺസർ വീട്ടിൽ നിന്ന് മോളെ ഈ 2 മാസം കൂടെ ഉണ്ട് അവർ സുഖമില്ലാത്ത അമ്മയെ നോക്കാൻ പോയതാണ്. ഹൗസ്മേഡായിട്ട് പോയെങ്കിലും ഹോം നേഴ്സായിട്ട് അവിടെ ജോലി കിട്ടിയ സാറേ. അപ്പോൾ ഒരു പ്രായം ചെന്ന ഒരു തള്ളയെ നോക്കണമെന്ന് ജോലിയായിരുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നതിന് ശേഷം അവർ പിന്നെ ലണ്ടനിൽ പോകണം, അവർക്കൊരു ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മോളോട് പറഞ്ഞു, നീ നാട്ടിൽ പോകുന്നെങ്കിൽ ടിക്കറ്റ് എടുത്താൽ നിന്നെ നാട്ടിൽ വിടാൻ, ഞങ്ങൾ വരുമ്പോൾ തിരിച്ച് കയറി ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അത് ഡിസംബറിലായിരുന്നു സാറേ. അതുവരെ അവർ നല്ല രീതിയിലായിരുന്നു എൻ്റെ കുഞ്ഞിനെ നോക്കിയതും ആഹാരമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴും അവൾ ഡിസംബറിലെ ശമ്പളം കൈ വെച്ച് തന്നിട്ട് അതിലാണ് അവൾ ടിക്കറ്റ് എടുത്തും വെച്ച് ജനുവരിയിൽ അവൾ നാട്ടിൽ വന്നു. അതെ, ജനുവരി നാട്ടിൽ വന്നിട്ട് 2016 കഴിഞ്ഞ വർഷം ജനുവരി വന്നു. അപ്പോഴും വീണ്ടും അവർ മെയ് മാസമാണ് അവർ ലണ്ടനിൽ നിന്ന് വീണ്ടും കുവൈറ്റിൽ വന്നിച്ച് ഇവളെ വിളിച്ചു. അപ്പോൾ അതുവരെ നല്ലതുപോലെ നോക്കിയതിൻ്റെ പേര് ഇവള് വീണ്ടും ടിക്കറ്റ് എടുത്തുകൊണ്ട് അവള് വീണ്ടും കയറിപ്പോയി. അവർ നല്ലപോലെ നോക്കുന്നു. പിന്നാണ് ഈ സംഭവം എല്ലാം നടക്കുന്നത്. അവര് പിന്നെ ഒരു ഹോസ്പിറ്റലിൽ ICUലാണ് ആ അമ്മ. അപ്പോൾ ICUലായതിൻ്റെ പേര് അവിടെ ആശുപത്രി ആളിനെ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ അടുത്ത് എന്നാൽ മോള് പറഞ്ഞ് എൻ്റെ അച്ഛന് അദ്ദേഹത്തിന് സുഖമില്ലാതെ ആശുപത്രി അഡ്മിറ്റ് ആയിപ്പോയി. അന്നേരം ഞാൻ മോളെ ഇതുപോലെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ മോള് പറഞ്ഞ് മേഡത്തിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് നാട്ടിൽ പോകണം, എൻ്റെ അച്ഛന് തീരെ സുഖമില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിന്നെ കാശ് കൊടുത്തിട്ടാണ് ഇവിടെ ഞാൻ വിലയ്ക്ക് വാങ്ങിച്ചേക്കുന്നത്, നിന്നെ അങ്ങനെ വിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഇവള് കരഞ്ഞൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞ് നിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വീട്ടിൽ കൊണ്ട് വിൽക്കുമെന്നും പറഞ്ഞ് വേറൊരു വീട്ടിൽ കൊണ്ടാക്കി. വേറൊരു വീട്ടിൽ രാഖി രാമായണമാണ് എൻ്റെ മോളെ ആ മേഡവും അവരുടെ അനിയത്തിയും കൂടെ ചേർന്ന് 2-3 അടി അടിച്ച് വലിച്ച് ആ കാരണത്ത് കയറ്റി കൊണ്ടുപോയെന്ന് പറഞ്ഞായിരുന്നു. കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ നിന്നാണ് കുഞ്ഞ് എങ്ങനെയോ രക്ഷപ്പെട്ട് ഇവിടെ ആയത്. ഇത് നമ്മുടെ എംബസി പറയാതെ അറിയില്ല, കാലമൊക്കെ മാറിയില്ലേ. പ്രവാസ ലോകം നിരവധി തവണ ഈ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. കുവൈറ്റ് എംബസിയുടെ ഡീപ്പോർട്ടേഷൻ ക്യാമ്പിൽ വന്ന ആളുകളുടെ അനുഭവങ്ങൾ പലതവണ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഈ മനുഷ്യരോട് പെരുമാറുന്നത് എന്ന് എല്ലാം അറിയാം. ഞാനത് കൂടുതൽ വിശദീകരിച്ചിപ്പോൾ പറഞ്ഞത് നല്ല ഇതാവില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പ്രേമചന്ദ്രൻ്റെ കൊല്ലം MP പ്രേമചന്ദ്രൻ്റെ ഫോൺ വന്നപ്പോഴാണ് നിങ്ങളവരെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഈ ഡിപ്പോർട്ടേഷൻ ക്യാമ്പിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ നോക്കിയത്. ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയാണ് ഇന്ത്യൻ എംബസിയുടെ പ്രധാനമായിട്ടുള്ള ദൗത്യം എന്നവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അവർക്ക് അവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധ്യമില്ലെങ്കിൽ വിദേശകാര്യ വകുപ്പ് അവർക്ക് പോയി ക്ലാസ് എടുത്ത് അവരെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒട്ടേറെ വിദേശകാര്യ വിദഗ്ധന്മാരുള്ള ഇന്ത്യ മഹാരാജ്യത്തിൽ, ഒട്ടേറെ വിദഗ്ധന്മാരുള്ള വിദേശകാര്യ വകുപ്പിൽ ഇത്തരത്തിലുള്ള പഠന ക്ലാസ്സുകൾ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നടത്തുന്നത് നന്നായിരിക്കുമെന്നുള്ളതാണ്. എന്നാലെങ്കിലും അവർ ഈ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇവരാരാണിത് പഠിപ്പിക്കുന്നത്? എന്താണ് ഇവരുടെ കടമ? പല എംബസികളിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തകളിൽ ഒന്നാണിത്. അതുകൊണ്ട് കുവൈറ്റ് എംബസിയോട് ഞങ്ങൾ വീണ്ടും പറയുന്നു, നിങ്ങളുടെ പണി കൃത്യമായിട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ട് എന്നാണ് അവിടെ നിന്ന് വരുന്ന പൗരന്മാരായിട്ടുള്ള പ്രവാസികൾ ഞങ്ങളോട് പറയുന്നത്. ഒരാളല്ല നിങ്ങളെക്കുറിച്ച് പറയുന്നത്, പലരും പറയുന്നു. ദയവ് ചെയ്ത് ഇന്ത്യ അതിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, നാടിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമാണ് ഇന്ത്യൻ എംബസി എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. മഹത്തായ പാരമ്പര്യമുള്ള, സംസ്കാരമുള്ള, രാഷ്ട്രീയമുള്ള ഒരു നാടിൻ്റെ പ്രതിനിധികളാണ് നിങ്ങൾ എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഇന്ത്യ മഹാരാജ്യം ലോകത്തിന് മുഴുവൻ മാതൃകയാകുന്ന ഒരു മഹത്തായ വൈവിധ്യങ്ങളുടെ നാടാണ്. അത് അന്തസ്സുള്ള മനുഷ്യരുടെ നാടാണ്. ആ മനുഷ്യരുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്. അത് ഇന്ത്യൻ പൗരന്മാരെ അറബികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള നാട്ടുകാർക്കോ ഇട്ട് തട്ടിക്കളിക്കാനുള്ള ഒന്നല്ല ഇന്ത്യൻ പൗരത്വം എന്നുള്ളത് കുവൈറ്റ് എംബസിയും അതുപോലുള്ള മറ്റ് എംബസികളും മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇന്ത്യയുടെ ചരിത്രം അറിയില്ലെങ്കിൽ ചരിത്ര പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ട് വേണം വിദേശത്ത് പോകാൻ. അത്രയും മഹത്തായ ചരിത്രം പേറുന്ന ഈ മഹത്തായ നാടിൻ്റെ പ്രതിനിധികളാണ് നിങ്ങൾ. ചന്ദ്രലേഖ എന്ന് പറയുന്ന 2 കുട്ടികളുടെ അമ്മയാണ് അവർ. ഭർത്താവില്ല. അവർക്ക് മതിയായി, കുവൈറ്റിലെ വാസം മതിയായി അവർക്ക്. അതുകൊണ്ടാണ് അവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തത്, ബഹുമാനായ അംബാസഡർ. അതുകൊണ്ട് അവരെ നിങ്ങൾ നാട്ടിലേക്ക് അയക്കണം. ഇത് രേഖപ്പെടുത്തപ്പെട്ട ഒരു റെക്കോർഡാണ്. അവർ നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എന്ന് ഞങ്ങൾക്ക് രേഖപ്പെടുത്തപ്പെട്ട റെക്കോർഡായിട്ട് നിങ്ങളിത് സ്വീകരിക്കണം. അവരെ കഴിയുന്നത് വേഗം ഇത് പ്രക്ഷേപണം ചെയ്ത് ഒരാഴ്ചക്കകം അവരെ നാട്ടിലേക്ക് അയക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ഇന്ത്യൻ എംബസിക്ക് ഞങ്ങൾ എന്താ പറയുക അഭ്യർത്ഥിക്കുകയാണ് ഇന്ത്യൻ എംബസിയോട്. തീർച്ചയായിട്ടും അത് നിങ്ങൾ പരിഗണിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടി കുടുംബത്തെ ഞങ്ങൾ തിരിച്ചയക്കുകയാണ്. നിങ്ങൾ വിദേശത്ത് ജോലി തേടി പോവുകയാണോ? എങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. വിദേശത്തേക്ക് ജോലി തേടി പോകും മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പരിചയമല്ലാത്ത പല അനുഭവങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകാം. മാനസികമായി അതിന് തയ്യാറെടുക്കുക. കാരണം വിദേശം മറ്റൊരു ലോകമാണ്. യഥാർത്ഥ യാത്രാരേഖകളുമായി മാത്രം യാത്ര ചെയ്യുക. കൃത്രിമ രേഖകൾ നിങ്ങളെ അപകടത്തിലെത്തിച്ചേക്കാം. തൊഴിലുടമ്പടി അഥവാ ജോബ് കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ തനിക്ക് ദോഷകരമല്ലെന്ന് പ്രത്യേകം ഉറപ്പുവരുത്തണം. ചെയ്യേണ്ടുന്ന ജോലിയുടെ സ്വഭാവം, രീതികൾ, ഡ്യൂട്ടി സമയം, ഓവർ ടൈം, വേതന വ്യവസ്ഥകൾ, വിശ്രമ സമയം, ലീവ്, ജോലി സുരക്ഷ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് തങ്ങളുടെ ജോബ് കോൺട്രാക്റ്റ് എന്ന് ബോധ്യപ്പെടണം. നിങ്ങൾക്ക് എന്തെങ്കിലും അടിയന്തര ഘട്ടത്തിൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ പ്രവാസ ലോകം പ്രവർത്തകരെ ബന്ധപ്പെടാൻ മറക്കരുത്. ഗൾഫിലെ പ്രധാനപ്പെട്ട ഇന്ത്യൻ എംബസി നമ്പറുകൾ ഇവയാണ്. തനിക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായതുകൊണ്ടാണ് ചന്ദ്രലേഖ സ്പോൺസറിൽ നിന്നും രക്ഷപ്പെട്ട് എംബസിയിൽ അഭയം പ്രാപിച്ചത്. എന്നാൽ തങ്ങളുടെ രാജ്യത്തെ ഒരു പൗരനെ തിരിച്ചു നാട്ടിലെത്തിക്കുന്നതിന് പകരം അപകടത്തിലേക്ക് ഇറക്കിവിടുന്ന എംബസിയെക്കുറിച്ച് സഹതപിക്കാനേ ഞങ്ങൾക്ക് കഴിയുന്നുള്ളൂ. ഈ ആഴ്ചയിലെ യു എക്സ്ചേഞ്ച് പ്രവാസ ലോകം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം.